കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊപ്പം പഠിക്കുകയാണ് അമ്മമാർ. മലപ്പുറം പന്നിപ്പാറ ഹൈസ്കൂൾ കമ്പ്യൂട്ടർ ലാബിലെ കാഴ്ചയാണിത്. വിദ്യാർത്ഥികളുടെ അമ്മമാരെയെല്ലാം IT സാക്ഷരരാക്കി പന്നിപ്പാറ ഹൈസ്കൂളിന്റെ മോഡൽ. അറിവിന്റെ ആദ്യപാഠം പകർന്നു നൽകുന്ന അമ്മമാർക്ക് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പരിശീലനം. ബേസിക് മുതൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഗൂഗിൾ അതിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കിട്ടി. ഗൂഗിൾ ലെൻസ്, ട്രാൻസ്ലേറ്റ്, കുട്ടികളുടെ പഠനത്തിൽ നമുക്ക് ഇതെങ്ങനെ ഉപകരിക്കും, ഈ IT എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താന്നുള്ളത് കൂടി ഇതിലൊക്കെ കവർ ചെയ്തിട്ടാണ്. ഓൺലൈനിലാണല്ലോ എല്ലാം, അതെല്ലാം ഈ ക്ലാസ് കൊണ്ട് വളരെ ഉപകാരമായി. പിന്നെ എന്താ വെച്ചാൽ ക്ലാസ് ഒന്നും നഷ്ടപ്പെടുത്താതെ അധ്യാപകർ ഇതിനെ ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരം. പിന്നെ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു IT സംരംഭം വന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ് നമുക്കുള്ളത്. പഠിപ്പിച്ചും പഠിച്ചും വിദ്യാർത്ഥികളും അമ്മമാർക്ക് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു IT ഹോമിന്റെ ലക്ഷ്യം. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഓൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ഞങ്ങൾക്കും കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കാനും ബേസിക്കാണ് ഓൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ടൈപ്പിംഗ്, ഗൂഗിൾ ബാർഡ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിനായിട്ട് ടീച്ചേഴ്സും നന്നായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അഭിമാന നേട്ടം കൈവരിച്ചതിന്റെ ചാരുതാർത്ഥ്യത്തിലാണ് അധ്യാപകരും. അമ്മമാർക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം പോകാൻ പാടില്ല എന്നൊരു ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഇത് ഒക്ടോബർ 12 ആരംഭിച്ച് ഈ മാസത്തോടു കൂടി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങളെ ലക്ഷ്യത്തിലെത്തി. എല്ലാ അമ്മമാർക്കും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനും സാധിച്ചു. കമ്പ്യൂട്ടറിൽ സാക്ഷരരാക്കുക എന്ന ഈ ഉദ്യമം ശരിക്കും പറഞ്ഞാൽ അവരെ ബേസിക്കായിട്ട് അമ്മമാർക്ക് പഠനം നൽകുക എന്നുള്ളതാണ്. ആ പഠനം നൽകുക എന്നുള്ളത് 100% വിജയമാണ്. ആദ്യമായി കമ്പ്യൂട്ടർ തൊട്ടതിന്റെയും ബില്ലടയ്ക്കാൻ പഠിച്ചതിന്റെയും ഒക്കെ നിർവൃതിയിലാണ് ഈ അമ്മമാർ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊരു അമ്മ പറഞ്ഞത് ആ റിപ്പോർട്ടിൽ അരുൺ നേരിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഓൺലൈനാണ് ഇപ്പോൾ എല്ലാ സേവനങ്ങളും. അതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ, പരിശോധിക്കാൻ, അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇത്തരം ഒരു പഠനം അത്യാവശ്യമാണ്. ഏതായാലും സംഗതി പൊളിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ് മോത്തി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആദ്യം തന്നെ ഈ ക്ലാസ് റൂമിലേക്ക് ആ കമ്പ്യൂട്ടർ ലാബിൽ എത്തിയപ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. സാധാരണ ഈ അമ്മമാരുടെ കൈ പിടിച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത്. ഇവിടെ കുട്ടികളുടെ സഹായത്തോടെ അമ്മമാർ ഓരോന്ന് ചോദിച്ചറിയുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു പ്ലസന്റ് ഫീൽ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ പലരും പറഞ്ഞ കാര്യമുണ്ട്, ആദ്യമായി ഈ കമ്പ്യൂട്ടർ കാണുന്നവരുണ്ട്, ആദ്യമായി ഈ മൗസ് ഒന്ന് തൊടുന്നവരുണ്ട്, ഒപ്പം ഈ ബില്ലടിക്കാൻ പഠിച്ചതിൻ്റെയൊക്കെ സന്തോഷമാണ്. കാരണം ഇന്നത്തെ കാലത്ത് വളരെയധികം ഈ ഒരു സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഈ ചെറിയ രീതിയിലാണെങ്കിൽ പോലും, ബേസിക്സ് ആണെങ്കിൽ പോലും പലരും നമ്മളൊക്കെ ഈ റോഡിലൊക്കെ നടന്നു ഇപ്പോഴും പലരും നമ്മളോടൊക്കെ ജമ്മോനെ ഈ ഫോണിൽ ഇതൊന്ന് റെഡിയാക്കി തരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആശയം ഇവർ ഈ പന്നിപ്പാറ ഹൈസ്കൂളിൽ എത്തിയത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അവിടെ എത്തി അവർ നമ്മളോട് പങ്കുവെച്ച അനുഭവം അത് തന്നെയായിരുന്നു. ഈ കുട്ടികളായാലും ഈ അധ്യാപകർ വലിയൊരു പ്രശംസ അറിയിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു മോഡൽ. അതിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. ഈ കമ്പ്യൂട്ടർ ലാബൊക്കെ അവരുടെയൊക്കെ ഡൊണേഷനും ഫണ്ടിൽ നിന്നും ഒക്കെ തന്നെയാണെന്നൊക്കെ ഈ അധ്യാപകർ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ ഒത്തൊരുമയുടെ മോഡൽ തന്നെയാണ് പന്നിപ്പാറ സ്കൂളിന്റെ ഒത്തൊരുമയുടെ മോഡൽ. അത് കേരളത്തിനാകെ മാതൃകയായ ഒരു മോഡൽ തന്നെയാണ്. ഇനിയും പുത്തൻ ആശയമായി ഈ പന്നിപ്പാറയുടെ ആ ഒരു ഒത്തൊരുമ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് മോത്തി. തീർച്ചയായിട്ടും അരുണിന് ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസകൾ കേട്ടോ.